तस्य काञ्चनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिजम्। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकस्वामिन् इति नामिने। नमो ॐ आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। अनार्पितचरिं चिरात् करुणया अवतीर्ण कलो समर्पयितुम् उन्नतोज्ज्वलरसां स्वभक्तिश्रियं हरिपुरडसुन्दर द्युतिकदम्बसन्दीपित सदा हृदयकन्दरे स्फुरतु वा शचीनन्दन। राधाकृष्ण प्रणयविहृतिर्ह्लादिनी शक्तिरस्मात् एकात्मानो अपि भुवि पुरा देहभेदं गतौ तौ चैतन्याख्यं प्रकटमधुना तद्वयं चैक्यमाप्तं राधाभावद्युतिसुवलितं नौमि कृष्णस्वरूपम्। जय जय श्री चैतन्य जय नित्यानंद, जय जय श्री चैतन्य जय नित्यानंद, जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद, जय अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण। നിങ്ങളോട് ഞാൻ ബുക്കുള്ളവരെ മുഖവര് ഒക്കെ വായിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് വായിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അതില് കലിയുഗത്തിന്റെ പ്രത്യേകതകളാണ്. അതിലാദ്യമേ പൂന്താനത്തിന്റെ ഒരു ശ്ലോകമാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കലിയുഗത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് മുഖവരി ഒന്ന് ഏകദേശം ഞാൻ പറഞ്ഞിരുന്നു. കലിയുഗത്തില് നമുക്ക് നാമസങ്കീർത്തനം ഒന്ന് മാത്രമേ സാധ്യമാവുള്ളൂ. ബാക്കി യജ്ഞങ്ങളോ യാഗങ്ങളോ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം കലിയുഗത്തിലെ മനുഷ്യന് ആയുസ് കുറവാണ്. അതുതന്നെയുമല്ല, പരിശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഇതിന് ശരിയായ രീതിയിൽ ഇതെല്ലാം ചെയ്യാൻ തക്ക ആൾക്കാരെ നമുക്ക് കിട്ടില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ട് പിന്നെ ഇതിന് വേണ്ടുന്ന സാമ്പത്തികവും നമുക്ക് കുറവാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും കലിയുഗം എന്ന് പറയുന്നത് ദോഷങ്ങൾ നിറഞ്ഞതാണ്. ജനങ്ങളാണെങ്കിലും പാപാത്മാക്കളാണ് എല്ലാവരും. കാരണം സത്യം, ധർമ്മം, ദയ, ശൗചം ഓരോ യുഗം കഴിയും തോറും ഓരോന്ന് ക്ഷയിച്ച് വരികയാണ്. സത്യയുഗത്തിൽ എല്ലാവരും സത്യമുള്ളവരായിരുന്നു, ധർമ്മമുള്ളവരായിരുന്നു, ദയുള്ളവരായിരുന്നു, ശൗചമുള്ളവരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സുവർണ യുഗമായിരുന്നു സത്യയുഗം.
ഒന്നിനും ഒരു കുറവും വന്നിരുന്നില്ല. എല്ലാവർക്കും സമാധാനത്തോടെ കഴിയാൻ സാധിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് സത്യം കുറഞ്ഞു വന്നു, ദയ കുറഞ്ഞു വന്നു, പിന്നെ ശൗചം. കലിയുഗത്തിൽ ഇതൊന്നുമേ ഇല്ലാതായി. അല്പമെങ്കിലും ഉള്ളത് ധർമ്മം മാത്രമാണ് കലിയുഗത്തിൽ അവശേഷിക്കുന്നത്. ബാക്കി സത്യമില്ല, ജനങ്ങൾക്ക് ശൗചമില്ല, ശുചിത്വമില്ല. കുളിക്കുന്നത് കൂടി ഇപ്പം വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എല്ലാവർക്കും. അത്രയ്ക്ക് അധപതിച്ചിരിക്കുന്നു കലിയുഗത്തിലെ ജനങ്ങൾ. ശ്രീമദ് ഭാഗവതത്തില് പറയുന്നുണ്ട്, 1:10 പറയുന്നുണ്ട്, പ്രായേണ അല്പായുസ സഭ്യ കലൗ അസ്മിൻ യുഗേ ജന മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യ ഹൈപത്രിത. അതായത് കലിയുഗത്തിലെ ജനങ്ങൾക്ക് അല്പായുസുക്കളാണ്, ആയുസ് കുറവാണ്. ബാക്കിയൊക്കെ യുഗങ്ങളിൽ 1,00,000, പിന്നീട് ഓരോ യുഗം കഴിയും തോറും ഓരോ പൂജ്യം കുറഞ്ഞു കുറഞ്ഞു വന്ന് 100-ലെത്തി കലിയുഗത്തില്. പക്ഷെ എത്ര പേര് സെഞ്ചുറി അടിക്കുന്നുണ്ട് ഇല്ല? 76, 75 ഇല്ല ഒക്കെ ആകുമ്പോഴത്തേക്കും മിക്കവരും പോകും. വളരെ ചുരുക്കമാണ് 80 കഴിഞ്ഞിരിക്കുന്നവരും. അപ്പം എല്ലാ തരത്തിലും ദോഷങ്ങൾ നിറഞ്ഞതാണ് കലിയുഗം എന്ന് പറയുന്നത്. അല്പായുസ്സുകളാണ്. അതുപോലെ തന്നെ മന്ദ സുമന്ദമതയോ, അതായത് മന്ദബുദ്ധികളാണ്. ബുദ്ധിയില്ലാത്തവരെന്നല്ല അർത്ഥം, ആധ്യാത്മികമായിട്ട് മന്ദബുദ്ധികളാണ് കലിയുഗത്തിലെ ജനങ്ങൾ. ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരു താല്പര്യവും ഇല്ലാത്തവരാണ്. അതുപോലെ തന്നെ ഭാഗ്യഹീനരാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും ദോഷങ്ങൾ നിറഞ്ഞതാണ് ഏത് കലിയുഗമെന്ന് പറയുന്നത്. മടിയന്മാരാണ് അല്ലേ, വഴക്കാളികളാണ്. ഇവരെ നേർവഴിക്ക് നയിക്കാൻ സമൂഹത്തിലെ നേതാക്കളും അങ്ങനെ സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് സമൂഹത്തെ നേരെ നയിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ മുൻപേ പോകുന്ന ഗോവ് തന്നെ പിൻപിൽ ഗമിച്ചിടും ബഹുഗോക്കളെല്ലാം എന്നൊരു ചൊല്ലുണ്ട് നമുക്ക് മലയാളത്തിൽ. അതായത് മുൻപേ പോകുന്ന മൃഗങ്ങളുടെ പിന്നാലെയാണ് ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം വരിക. അപ്പൊ സമൂഹത്തിനെ നേരെ നയിക്കേണ്ടവര് തെറ്റായ രീതിയിൽ നടന്നു കഴിഞ്ഞാലോ പിന്നീട് വരുന്ന തലമുറകളെല്ലാം ഇത് അനുകരിച്ചിട്ടാണ് വരിക. അത് നാശത്തിലേക്കാണ് നമ്മളെ നയിക്കുക. അതുപോലെ തന്നെ കലിസന്ധാരണ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യഥ. അതായത് ഈ കലിയുഗത്തിലെ ഒന്നു മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ. എന്താണ്? ഹരേർ നാമം, ഭഗവാൻ ഹരിയുടെ നാമം. ഇത് മാത്രമേ കലിയുഗത്തിൽ നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ. വേറൊന്നും നാസ്തിയേവ നാസ്തിയേവ, വേറൊന്നും നമുക്ക് ഗുണം ചെയ്യില്ല ചെയ്യില്ല ചെയ്യില്ല. അതായത് ഒരു കാര്യം 3 തവണ റിപ്പീറ്റ് ചെയ്താൽ അത് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ശ്രീമദ് ഭാഗവതത്തിന്റെ ലാസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിപരം. ഈ കലിയുഗത്തില് നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. കലിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഇതല്ലാതെ വേറെ ഒന്നും നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, 12 സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കലോ ദോഷനിധേ രാജൻ ആസ്തികേഹോ മഹദ്ഗുണ കീർത്തന ദേവം കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കലിയുഗത്തിലെ ദോഷങ്ങൾ നിറഞ്ഞതാണ് കലിയുഗം. എങ്കിലും ഒരു ഗുണമുണ്ട്. അതെന്താ? ഭഗവാന്റെ തിരുനാമം കീർത്തിച്ച് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്ത് നമുക്ക് മുക്തരാവാൻ സാധിക്കും. അപ്പം എല്ലാ തരത്തിലും വളരെ ഗുണം ചെയ്യുന്നതാണ് ഭഗവാന്റെ തിരുനാമം, ശ്രീഹരിയുടെ തിരുനാമം എന്ന് പറയുന്നത്. അത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ മഹാപ്രഭുവായിട്ട് ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചത്. ഇത് ഗോലോകത്തിലെ മന്ത്രമാണ്, താരക മന്ത്രമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അത് ഈ ഭൗതിക ലോകത്തിലെ നമ്മളെ പോലുള്ള പതിതാത്മാക്കൾക്ക് അത് സൗജന്യമായിട്ട് മഹാപ്രഭു വിതരണം ചെയ്തു. എങ്ങനെയുള്ള ആൾക്കാരൊന്നും നോക്കിയില്ല. ആരെയൊക്കെ മഹാപ്രഭുവിന്റെ മുന്നിൽ വന്നു, അത് മൃഗങ്ങളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവർക്കൊക്കെ സൗജന്യമായിട്ട് മഹാപ്രഭുവിന്റെ കൃപ മഹാപ്രഭു കൊടുത്തു. കലിയുഗത്തിലെ ഇത് മാത്രമേ ഗുണം ചെയ്യൂ നമുക്ക്.
ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വയം ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നത്. മഹാപ്രഭുവിന്റെ അവതാരം എന്ന് പറയുന്നത് ഛന്ന അവതാരമാണ്, അതായത് നിഗൂഢമായിട്ടാണ്. മഹാപ്രഭു നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ പോലും ഒരിടത്ത് പോലും മഹാപ്രഭു പറഞ്ഞിട്ടില്ല ഞാൻ കൃഷ്ണനാണ് കൃഷ്ണനാണ് എന്ന്. ആരെങ്കിലും മഹാപ്രകാശ ലീലയൊക്കെ നടക്കുന്ന സമയത്ത് അതിനുശേഷം ആരെങ്കിലും അങ്ങ് കൃഷ്ണനാണ് എന്ന് പറഞ്ഞാൽ മഹാപ്രഭു എന്താ ചെയ്യുക? രണ്ട് കൈ കൊണ്ട് കാതു പൊത്തും. കാതു പൊത്തിയിട്ട് ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു എന്ന് പറയും. ഞാൻ എങ്ങനെ കൃഷ്ണനാവും? ഞാൻ കൃഷ്ണനല്ല, ഞാന് ഗോപി ഭർത്തൃപദ കമലയോർ ദാസ ദാസ ദാസാനുദാസ. അതാണ് മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ ഭഗവാന്റെ ദാസരാണ്. ആ ഒരു ഭാവം വേണം നമുക്ക് എപ്പോഴും. നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. നമ്മളുടെ ജോലി എന്താണ്? ഭഗവാന് സേവനം ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ നമ്മളെ പോലുള്ള പരിതാത്മാക്കളെ ഈ ഭൗതിക ലോകത്തിലേക്ക് അയച്ചത്. ഭഗവാന് സേവനം ചെയ്ത് നമ്മൾ പാപങ്ങളിൽ നിന്ന് മുക്തരായിട്ട് മോചനം നേടി ഭഗവാന്റെ ധാമത്തിൽ തിരിച്ചെത്തണം. അതിനു വേണ്ടിയിട്ടാണ് അത്. എങ്ങനെയാണ് ഒരു ഭക്തൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഭഗവാനെ പിരിഞ്ഞിരിക്കുകയാണ് നമ്മളൊക്കെ, ഇല്ലേ? പക്ഷെ നമ്മൾ ആരും അത് ചിന്തിക്കുന്നില്ല. ഇവിടെ നമ്മൾ അടിച്ചു പൊളിച്ച് നമുക്ക് എന്നും കഴിയാമെന്നാണ് നമ്മളുടെ ധാരണ. പക്ഷേ ഇതൊക്കെ ശാശ്വതമല്ല, ഇത് താൽക്കാലികം മാത്രമാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് സുഖമല്ല. സുഖം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഭഗവാന് സേവനം ചെയ്ത് ആ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുന്നത്, അതാണ് ശരിയായിട്ടുള്ള സുഖം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് അനുഭവിക്കാം എന്ന് മഹാപ്രഭു നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ്? ഉപദേശങ്ങളാണ്, ഇല്ലേ? നമ്മളെ പോലുള്ള പരിതാത്മാക്കൾക്ക് തരുന്ന ഉപദേശമാണ്. ഭാഗവതം എന്ന് പറയുന്നത് അത് തിയറിയാണ്. ഭഗവാന്റെ ഭക്തരെയും കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് തിയറിയാണ്. ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. സ്വയം ഭഗവാൻ കാണിച്ചു തരികയാണ്. ഒരു ജീവാത്മാവായിട്ട് വന്നിട്ട്, നമ്മളെ പോലുള്ള ജീവാത്മാവല്ല, അതീന്ദ്രിയ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവായിട്ട് വന്നിട്ട് കാണിച്ചു തന്നു എങ്ങനെ ഭഗവാനെ സ്നേഹിക്കണം എന്ന്. ഭഗവാനെ സ്നേഹിക്കാൻ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലേ? ഭഗവാനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഒരു മതങ്ങളും പഠിപ്പിക്കുന്നില്ല, ഒരു ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത്. ഇതിലെ മഹാപ്രഭു സ്വയം കാണിച്ചു തന്നു എങ്ങനെ ഭഗവാനെ സ്നേഹിക്കണം, എങ്ങനെ ഭഗവാനെ പ്രകീർത്തിക്കണം. അതുപോലെ ഭക്തരും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് ഭഗവാൻ ഭക്തരുമായിട്ട് ഇടപഴകുന്നത്, വൈഷ്ണവര് അതായത് ഭക്തര് തമ്മിൽ എങ്ങനെ ഇടപെടണം, ഇതൊക്കെ നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്നും പഠിക്കാൻ സാധിക്കും. നമുക്ക് ഈ ചൈതന്യ ചരിതാമൃതം കിട്ടാൻ കാരണം ശ്രീല പ്രഭുപാദരാണ്. പ്രഭുപാദരോടുള്ള കടപ്പാട് നമുക്ക് ഒരിക്കലും തീർത്താൽ തീരില്ല. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം നമുക്ക് തന്നതിന്, ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നതിന്, ശ്രീല പ്രഭുപാദരുടെ ഇതുപോലുള്ള ഗ്രന്ഥങ്ങള്, പ്രഭുപാദരുടെ ഭാവാർത്ഥം, ഇല്ലേ? അത് വായിച്ചാൽ മതി, നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പം ശ്രീല പ്രഭുപാദരോട് നമ്മൾ എന്നെന്നും എന്നെന്നും നന്ദിയുള്ളവരാകണം. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന് ഭക്തിവിനോദ ഠാക്കൂർ ആദ്യമായിട്ട് വിവർത്തനം എഴുതിയത്. ആ ഒരു ബുക്ക് കിട്ടാൻ വേണ്ടി ഭക്തിവിനോദ ഠാക്കൂർ വളരെയധികം ബുദ്ധിമുട്ടി. അവസാനം എങ്ങനെയാണ് ചൈതന്യ ചരിതാമൃതം ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന് കിട്ടിയത്? അദ്ദേഹം അത് വിവർത്തനം ചെയ്തിട്ട് അമൃത പ്രവാഹ ഭാഷ്യം എന്ന പേരിൽ, നമുക്ക് കാണാം ഈ ഗ്രന്ഥത്തിൽ ആ പേരുണ്ട്, അമൃത പ്രവാഹ ഭാഷ്യം എന്ന പേരിൽ ഭക്തിവിനോദ ഠാക്കൂർ അതിന് ട്രാൻസ്ലേഷൻ എഴുതി. പിന്നീട് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അനുഭാഷ്യം എന്ന പേരിൽ വേറൊരു ട്രാൻസ്ലേഷൻ എഴുതി. ശ്രീല പ്രഭുപാദര് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി എഴുതിയ ചൈതന്യ ചരിതാമൃതവും ഭക്തിവിനോദ ഠാക്കൂറിന്റെ അമൃതപ്രവാഹ ഭാഷ്യവും ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ അനുഭാഷ്യം, ഇത് ഈ രണ്ട് ഗ്രന്ഥങ്ങളും, ഈ മൂന്ന് ഗ്രന്ഥങ്ങളും വെച്ചിട്ടാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അങ്ങനെ ശ്രീല പ്രഭുപാദർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് എല്ലാ ഭാഷകളിലും നമുക്ക് ചൈതന്യ ചരിതാമൃതം കിട്ടിയത്. ഇല്ലെങ്കിൽ നമുക്ക് മഹാപ്രഭുവിനെ കുറിച്ചോ ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെ കുറിച്ചോ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതിനെ ശ്രീല പ്രഭുപാദരുടെ തൃപ്പാദങ്ങളിൽ നമ്മൾ കോടി കോടി പ്രണാമം അർപ്പിക്കുകയാണ്, ഇങ്ങനെ ഒരു മഹത് ഗ്രന്ഥം നമ്മളുടെ മുമ്പിൽ നമുക്ക് ഇട്ടു തന്നതിന്.
നമുക്കറിയാം ഭഗവത്ഗീതയുടെ അവതാരിക എന്ന് പറഞ്ഞാൽ അത് ശ്രീല പ്രഭുപാദരുടെ ആദ്യത്തെ പ്രഭാഷണമാണ്. മാച്ച്ലെസ് ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഷോപ്പാണ്. അവിടെയാണ് ആദ്യമായിട്ട് ഹരേ കൃഷ്ണയുടെ സത്സംഗ കേന്ദ്രം തുടങ്ങുന്നത്. അപ്പോൾ അന്ന് 4-5 പേര് അതുണ്ടോയെന്ന് തന്നെ സംശയമാണ്. സാമ്പത്തികമായിട്ട് വളരെ പുറകിലാണ്. ഒരു നോട്ടീസ് അച്ചടിക്കണമെങ്കിൽ അതിന് നിവർത്തിയില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഉണ്ട് മാതാജി, ഉണ്ട്. അവിടെ ഇരുന്നും കണ്ടപ്പോൾ അന്ന് ചെറിയ ലഘുലേഖകൾ അച്ചടിച്ച് അത് വിതരണം ചെയ്തു. പ്രഭുപാദര് സമയത്തിന് മുൻപേ തന്നെ അവിടെ എത്തി. പക്ഷേ സമയം കഴിയാറായി, ആരുമേ വന്നില്ല. അപ്പൊ പ്രഭുപാദര് നിരാശപ്പെട്ടില്ല, ഒട്ടും സങ്കടപ്പെടാതെ തൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്തു വെച്ചിട്ട് പ്രഭുപാദര് സ്വയം പ്രഭാഷണം ചെയ്തു. കേൾക്കാൻ ചുവരുകൾ മാത്രം. അതാണ് ഭഗവത്ഗീതയുടെ അവതാരികയായിട്ട് നമുക്ക് നമ്മുടെ മുൻപിൽ കിട്ടിയിരിക്കുന്നത്. അത് വളരെ മഹത്താണ് ഭഗവത്ഗീതയുടെ അവതാരിക. അതുപോലെ ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ അവതാരിക എന്ന് പറയുന്നതും ശ്രീല പ്രഭുപാദരുടെ പ്രഭാഷണമാണ്. ന്യൂയോർക്കില് 1967 ഏപ്രിൽ 10-14 തീയതികളിൽ, 10 മുതൽ 14 വരെയുള്ള തീയതികളിൽ ന്യൂയോർക്ക് നഗരത്തിലെ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിക്ക് മുൻപാകെ 5 പ്രഭാത പ്രഭാഷണങ്ങളായിട്ട് അവതരിപ്പിച്ചതാണ് ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ അവതാരിക എന്ന് പറയുന്നത്. ഇത് നമുക്ക് വെറുതെ വായിച്ചു വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത്, ബുക്കുകളുള്ളവര് ബുക്ക് നോക്കുക. ബുക്ക് ഇല്ലാത്തവർക്ക് ഒരു കാര്യം ചെയ്യണം. എനിക്കിതിങ്ങനെ ഓരോ പേജായിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഒരു ചാപ്റ്റർ വെച്ചിട്ട് അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഫോണിൽ കൂടി അത് എല്ലാവർക്കും വിതരണം ചെയ്താൽ അത് സൗകര്യമായിരുന്നു. ഇപ്പം എല്ലാവർക്കും അത് നോക്കി വായിക്കുകയും ചെയ്യാം. പിന്നീടാണെങ്കിൽ അത് സേവ് ചെയ്ത് വെച്ചാൽ ബുക്കില്ലാത്തവർക്ക് പിന്നീട് സമയം അനുസരിച്ചിട്ട് വായിച്ചു നോക്കുകയും ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ നന്നായിരുന്നു. കാരണം മലയാളത്തിലെ PDF ഇല്ല ചൈതന്യ ചരിതാമൃതത്തിന്. കാരണം എല്ലാവരും ഈ ഗ്രന്ഥം വാങ്ങിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് PDF ഇടാത്തത്. PDF ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അത് നോക്കും, അപ്പം ഗ്രന്ഥം വാങ്ങിക്കില്ല. അപ്പം ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃതം ഇത് എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ഇത് വീടിന് മംഗളം തരുന്നതാണ് ഈ 3 ഗ്രന്ഥങ്ങളും. അത് വീട്ടിലിരുന്നാൽ നമ്മളുടെ ഗ്രഹപ്പഴ സമയത്തൊക്കെ ഇത് വളരെയധികം ഉപകരിക്കും. കാരണം അത്ര വേഗമൊന്നും കഷ്ടതകൾ നമ്മളെ പിടികൂടില്ല. അത്രയ്ക്ക് വിശുദ്ധ ഗ്രന്ഥമാണ് ഇത് 3. അപ്പൊ ഇത് 3 ഓരോ വീട്ടിലും ഉണ്ടായിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ എത്രയോ പൈസ പാഴാക്കി കളയുന്നു, ഇല്ലേ? 10,000-20,000 രൂപയ്ക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4,500 രൂപ നിങ്ങൾ ഇതിന് മുടക്കിയാൽ അതൊരു നഷ്ടമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. കാരണം തലമുറകളോളം ഈ ഗ്രന്ഥം നമ്മളുടെ വീട്ടിലിരിക്കും. നമ്മളുടെ തലമുറ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക്, ഏതെങ്കിലും തലമുറയ്ക്ക് ഇത് വായിച്ചിട്ട് ഭക്തിമാർഗത്തിലേക്ക് വരാൻ തോന്നിയാൽ അത് ഏറ്റവും വലിയ പുണ്യമാണ്. അങ്ങനെ എത്രയോ പേര്, നമ്മുടെ മുൻ തലമുറകൾ, അതിനപ്പുറത്തുള്ള തലമുറകൾ വാങ്ങിച്ചു വെച്ച ഭഗവത്ഗീതയും പ്രഭുപാദരുടെ ബുക്കുകൾ പിന്നീട് വന്ന തലമുറകൾ വായിച്ചിട്ട് ഭക്തിമാർഗത്തിലേക്ക് വന്നവര് ധാരാളമുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ ഇത്രയും പൈസയാണോ എന്ന് ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ട. ഒരു ഗ്രന്ഥം വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് മാത്രമല്ല വരും തലമുറകൾക്കും അതൊരു കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണിത്. അതുകൊണ്ട് കഴിയുന്നതും വാങ്ങിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇത് അവതാരിക ആരെങ്കിലും വായിക്കുക. ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഒരാൾ വായിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, വായിക്കുക ആരെങ്കിലും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കാം. ഹരേ കൃഷ്ണ. അവതാരിക ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി രചിച്ച ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ആധികാരിക ജീവചരിത്രമാകുന്ന ശ്രീ ചൈതന്യ ചരിതാമൃതത്തെ ആധാരമാക്കി 1967 ഏപ്രിൽ 10-14 തീയതികളിൽ
ന്യൂയോർക്ക് നഗരത്തിലെ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിക്ക് മുമ്പാകെ 5 പ്രഭാത പ്രഭാഷണങ്ങളായി അവതരിപ്പിക്കപ്പെട്ടതാണിത്. ചൈതന്യം എന്ന വാക്കിന്റെ അർത്ഥം ജീവശക്തി എന്നും, ചരിതം എന്നാൽ സ്വഭാവം എന്നും, അമൃതം എന്നാൽ മരണമില്ലാത്തത് എന്നുമാണ് അർത്ഥം. ജീവസത്തകൾ എന്ന നിലയിൽ നമുക്ക് ചലിക്കാൻ കഴിയുന്നു, പക്ഷെ ഒരു മേശയ്ക്ക് കഴിയില്ല, കാരണം അതിന് ജീവശക്തി ഇല്ല. ചലനവും ക്രിയാശീലതയും ജീവശക്തിയുടെ അടയാളമായി നമുക്ക് കരുതാവുന്നതാണ്. ജീവശക്തി ഇല്ലാതെ ഒരു പ്രവൃത്തിയും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകും. ഭൗതികാവസ്ഥയിലും ജീവശക്തി ഉണ്ടെങ്കിലും ഈ അവസ്ഥ അമൃതം അഥവാ മരണമില്ലാത്തതല്ല. അതിനാൽ ചൈതന്യ ചരിതാമൃതം എന്നീ വാക്കുകളെ ജീവശക്തിയുടെ അമരത്വാവസ്ഥയിലെ സ്വഭാവം എന്ന് തർജ്ജിമ ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദര് ചൈതന്യം എന്ന വാക്കിന്റെ അർത്ഥം, അതായത് ജീവശക്തി. അപ്പൊ ചൈതന്യ ചരിതാമൃതം എന്ന പദത്തിന്റെ അർത്ഥത്തെ കുറിച്ചിട്ടാണ് ശ്രീല പ്രഭുപാദർ ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫില് പറയുന്നത്. ചൈതന്യം, നമുക്കറിയാം നമ്മളുടെ ആത്മാവ് ചൈതന്യവത്താണ്, ഇല്ലേ? അവബോധമുണ്ട്. നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് എറ്റേണലാണ്, ചിന്മയ കണമാണ്. നമ്മുടെ ആത്മാവ്, ജീവാത്മാക്കള് ചിന്മയ കണമാണ്, എറ്റേണലാണ്, ശാശ്വതമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു റിയലൈസ്ഡ് സോൾ, അതായത് സാക്ഷാത്കാര തലത്തിലെത്തിയ ആത്മാവിനെ കുറിച്ചിട്ടാണ്. അത് വെറും ആത്മാവല്ല, അതീന്ദ്രിയ തലത്തിലുള്ള ആത്മാവിനെ കുറിച്ചിട്ടാണ് ചൈതന്യ ചരിതാമൃതത്തിലെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ കുറിച്ചിട്ടാണ് ചൈതന്യ ചരിതാമൃതത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് ഇവിടെ ശ്രീല പ്രഭുപാദര് ആദ്യമേ തന്നെ ചൈതന്യ ചരിതാമൃതം എന്ന വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ചൈതന്യം എന്ന വാക്കിന്റെ അർത്ഥം ജീവശക്തി, അതായത് ജീവാത്മാക്കള്, അല്ലെങ്കിൽ ആ റിയലൈസ്ഡ് സോളിന്റെ സ്വഭാവം, സാക്ഷാത്കാര തലത്തിലെത്തിയ ഒരു ജീവാത്മാവിന്റെ പ്രവൃത്തികള്, സ്വഭാവം, അതേക്കുറിച്ചിട്ടാണ് ചൈതന്യ ചരിതാമൃതത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം ആത്മാവിന്റെ സ്വഭാവം എന്താണ്? ആനന്ദമയോ അഭ്യാസം. ആനന്ദം അന്വേഷിക്കുകയാണ് ആത്മാവ്, അല്ലെ? അതിനായിട്ട് നമ്മൾ പല കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം നമുക്ക് എന്നെന്നും അനുഭവിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അത് താൽക്കാലികമാണ്, അല്ലേ? അതൊക്കെ ഭൗതികമായിട്ടുള്ള ആനന്ദങ്ങളാണ്. അത് നമുക്ക് എന്നും അനുഭവിക്കാൻ സാധിക്കത്തില്ല. ഒരു നിമിഷം അല്ലെങ്കിൽ കുറച്ച് നാള്, അപ്പോഴേക്കും എന്തു വരും? ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികള്, ബുദ്ധിമുട്ടുകള്, ദുഃഖങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ നമ്മൾ ആ സാക്ഷാത്കാര തലത്തിൽ, അതായത് നമ്മളുടെ സാധന ശരിയാക്കി നമ്മളുടെ ആത്മാവിനെ മരണശേഷം നമ്മളുടെ യഥാർത്ഥ ആ സ്വരൂപസ്ഥിതി, എന്താണ് യഥാർത്ഥ സ്വരൂപാവസ്ഥ എന്ന് പറയുന്നത്? ജീവേര സ്വരൂപേര കൃഷ്ണേര നിത്യദാസ. നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. ആ ഒരു സ്വരൂപസ്ഥിതി നമുക്ക് കൈവരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ സാക്ഷാത്കാരം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് മരണശേഷം അല്ലെങ്കിൽ മരണസമയത്ത് നമുക്ക് നമ്മളുടെ ശരിയായിട്ടുള്ള ശുദ്ധ ഭക്തിയുടെ തലത്തിൽ എത്തിയാൽ നമുക്ക് ആനന്ദം അനുഭവിച്ചു തുടങ്ങും. മരണശേഷം നമുക്ക് ആ സ്വരൂപസ്ഥിതി കൈവരിച്ച് ഭഗവാന്റെ നിത്യദാസർ എന്നുള്ള പദവിയിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ ആത്മാവ് അനുഭവിക്കുന്ന ആനന്ദം, ആ ആനന്ദം എന്താണെന്ന് നമ്മൾക്ക് കാണിച്ചു തരികയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ചെയ്തത്. അപ്പം ആ അങ്ങനെയുള്ള ഒരാത്മാവിന്റെ ചരിത്രം, എങ്ങനെയുള്ള ചരിത്രം? അമൃതമാകുന്ന ചരിത്രം. ആ ആനന്ദം എന്ന് പറയുന്നത് വെറും ആനന്ദമല്ല, അത് അമൃതാണ് ആനന്ദം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോ ഭഗവാന്റെ തിരുനാമം ജപിക്കുകയോ ഭാഗവതം വായിക്കുകയോ അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം വായിക്കുകയോ നമ്മൾ ശ്രദ്ധയോടെയും ഭക്തിയോടെയുമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തുച്ഛ നേരത്തേക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ആ അതീന്ദ്രിയ ആനന്ദം, ആ ആനന്ദം നമുക്ക് പതിവായിട്ട് കിട്ടില്ല. നമ്മൾ ആരും ശുദ്ധഭക്തിയുടെ തലത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ വല്ലപ്പോഴുമെങ്കിലും ആനന്ദം അനുഭവിക്കാൻ സാധിച്ചാൽ
എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന അനുഭവം? വീണ്ടും വീണ്ടും അത് അനുഭവിക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മളുടെ ഉള്ളിലുണ്ടാവും. പിന്നെ നമ്മളുടെ പരിശ്രമം അതിനായിരിക്കും, ഇല്ലേ? നമുക്കറിയാം, നാരദന്റെ ഉള്ളില് ഒരു മിനിറ്റ് ഭഗവാൻ ഒന്ന് മിന്നി മറഞ്ഞു, നാരദര് പിന്നെ അതിന്റെ പിന്നാലെ പോയി, ഇല്ലേ? ആ കുട്ടിയായിരുന്ന നാരദനെ നമ്മൾ ഇന്ന് അറിയുന്ന നാരദരിലേക്ക് എത്തിയത് അതുകൊണ്ടാണ്. അതേപോലെ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലെ ഒരു നിമിഷമെങ്കിലും ഒരു ആ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മൾ അതിന്റെ പിന്നാലെ വെച്ച് പിടിക്കും, ഇല്ലേ? അത് എന്നും നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? ആ ആനന്ദം എന്നേക്കുമായിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള, അത് വ്യക്തിയല്ല അതീന്ദ്രിയ തലത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള അമൃതമാകുന്ന ചരിതമാണ് എന്താ ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? ഉം അപ്പൊ ആത്മാവിന് എന്ന് പറയുന്നത്, ആത്മാവ് ഒരിക്കലും വെറുതെ ഇരിക്കില്ല, ഇല്ലേ? ആത്മാവ് ഇങ്ങനെ, നമുക്കറിയാം കൊച്ചുകുട്ടികൾ ഒരു നിമിഷമെങ്കിലും വെറുതെ ഇരിക്കാറുണ്ടോ? ഇല്ല. അതിങ്ങനെ ഒന്ന് വിട്ട് എന്തെങ്കിലും കുറുമ്പ് കാട്ടിക്കൊണ്ടേയിരിക്കും. അതേപോലെയാണ് നമ്മൾ ജീവാത്മാക്കള്. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് എന്തിൻ്റെയെങ്കിലും പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ജീവാത്മാവിനെ നമ്മൾ ആത്മാവിന് അനുഭവിക്കേണ്ട ആനന്ദം എവിടെയാണ്, അല്ലെങ്കിൽ ഏത് വഴിക്ക് പോയാലാണ് ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക എന്ന് കണക്കാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി ആത്മാവിനെ ആ വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ ആത്മാവ് പിന്നെ വേറൊന്നിലേക്കും ചാടില്ല. വേറെ എന്തൊക്കെ പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങൾ വന്നാലും അതൊക്കെ വിട്ടിട്ട് ആ ശാശ്വതമായിട്ടുള്ള ആനന്ദത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ പ്രഭാതര് പറയുന്നുണ്ട്, ജീവസത്തകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടത്. ജീവനുള്ളവയും ജീവനില്ലാത്തവയും. ജീവാത്മാവെന്ന് പറയുന്നത് എന്താണ്? ചൈതന്യവത്താണ്, അവബോധമുണ്ട്, ഇല്ലേ? അതേസമയം മേശ, കസേര, വൃക്ഷങ്ങള്, ഫർണിച്ചറുകള്, ഇതൊക്കെ ചലിക്കുന്നുണ്ടോ? ഇല്ല. അതൊക്കെ നോൺ ലിവിങ് തിങ്സ് ആണ്. അപ്പൊ നമ്മളുടെ ആത്മാവിനെ നമുക്ക് ചലിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് അവബോധമുണ്ട്, ഇല്ലേ? അവബോധം ഉള്ളത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാനും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചലിക്കാനും ഒക്കെ സാധിക്കുന്നത്. വൃക്ഷങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവയ്ക്ക് അവബോധമുണ്ട്, പക്ഷെ വളരെ കുറവാണ്, ഇല്ലേ? മൃഗങ്ങൾക്കും ചലിക്കാൻ സാധിക്കുന്നുണ്ട്, അവയ്ക്കും അവബോധം ഉണ്ടെങ്കിലും വളരെ കുറവാണ്. പക്ഷെ മനുഷ്യർക്ക് അവബോധം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള അവബോധമാണ്. അതുകൊണ്ടാണ് നമുക്ക് ചലിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? നമ്മള് വി ആർ സ്പിരിറ്റ് സോൾസ്. നമ്മൾ ജീവാത്മാവാണ്, ഇല്ലേ? നമ്മളിപ്പം അത് ധരിക്കുന്നില്ല. നമ്മളുടെ വിചാരം എന്താ? നമ്മൾ ശരീരമാണ്, ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾക്കൊരിക്കലും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കില്ല. ഇത് നമ്മളെ ശരീരം അല്ലെങ്കിൽ ഞാൻ എൻ്റേത് എന്നുള്ള ഒരു മനോഭാവം നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാത്തിലും ചെന്ന് തലയിടുന്നത്. പ്രശ്നങ്ങൾ വന്നാൽ അത് പെരുപ്പിച്ച് കാട്ടും, ഇല്ലേ? അത് വലിയ ദുഃഖമായിട്ട് നമ്മൾ കൊണ്ടു നടക്കും. അപ്പം നമ്മൾ ആത്മാവാണ്, നമ്മൾ നിസ്സാരരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളായാലും സന്തോഷങ്ങളായാലും ഒക്കെ നിസ്സാരമായിട്ട് അവഗണിച്ചിട്ട് നമ്മൾ ഭഗവാനിലേക്ക് തിരിയും. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കും. അപ്പം നമ്മൾ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. ഇപ്പം നമ്മളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക? ശവം എന്നേ പറയൂ. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ശവം എന്നല്ലാണ്ട് പേര് പറയുമോ? ഇല്ല. കാരണം എന്താ? നമ്മളുടെ ശരീരത്തിൽ നിന്ന് ചൈതന്യം പോയി, ആത്മാവ് പോയി. പിന്നെ ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ ശരീരത്തെ വെട്ടിമുറിച്ചാലും നമ്മൾക്ക് വേദന എടുക്കുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്? ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് കൈ മുറിഞ്ഞാൽ നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അതുപോലെ മറ്റൊരാളുടെ ദുഃഖം നമുക്ക് ദുഃഖമായിട്ട് അനുഭവപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഓരോ ജീവാത്മാക്കളും വേറെ വേറെയാണ്. നമ്മളുടെ ആത്മാവല്ല വേറൊരു ശരീരത്തിൽ ഇരിക്കുന്നത്. കാരണം നമ്മളുടെ മുജ്ജന്മ കർമ്മങ്ങളുടെ അനുഭവങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ശരീരം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഓരോരുത്തരുടെയും പൂർവ്വകർമ്മങ്ങൾ വ്യത്യസ്തമാണ്. ആ പൂർവ്വകർമ്മങ്ങൾക്കനുസൃതമായിട്ടാണ് നമുക്ക് ശരീരം കിട്ടുന്നത്. അതുകൊണ്ടാണ് ആത്മാവ് വ്യത്യസ്തം, ഓരോരുത്തരുടെ ശരീരവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കുന്നത്. പക്ഷേ
ഭഗവാനും നമ്മളെ പോലെ ഒരു വ്യക്തിയാണ്, പക്ഷെ ഭഗവാൻ അനാദിയാണ്, ഇല്ലേ? ആദ്യകാലം മുതലേ ഉണ്ട്, അനാദിയാണ് ഭഗവാൻ. എന്നാണ് ഭഗവാൻ ഉണ്ടായതെന്ന് നമുക്കറിയില്ല, നമ്മൾ എന്നുണ്ടായി നമുക്കും അറിയില്ല. ജീവാത്മാവും അനാദിയാണ്, പക്ഷേ നമ്മള് നമ്മളെക്കാട്ടിലും ഭഗവാൻ അനാദിയാണ്. ഭഗവാൻ ഇന്നുമുണ്ട്, നാളെയും ഉണ്ട് ഭഗവാൻ. ഈ സംഹാരം വന്നു കഴിഞ്ഞാല്, സൃഷ്ടി സ്ഥിതി സംഹാരം, സംഹാരം കഴിഞ്ഞാലും ആരവശേഷിക്കും? ഗോലോകധാമ, ഭഗവാനും ഭഗവാന്റെ അനുയായികളും ഭക്തരും എല്ലാം അവിടെ ഉണ്ടാവും, ബാക്കിയെല്ലാം നശിക്കും, ഇല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ അനാദിയാണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാന് ഭക്തരുടെ ആ മനസ്സ് എന്താണ്, എന്നെ പിരിഞ്ഞിരിക്കുമ്പോൾ ഒരു ഭക്തൻ അനുഭവിക്കുന്ന വിഷമം എന്താണ് എന്ന് മനസ്സിലാക്കാൻ. അതായത് ഒരിക്കല് ദ്വാരകയിൽ വെച്ചിട്ട് നമുക്കറിയാം, പാണ്ഡവരുടെ പിന്നാലെയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. പാണ്ഡവര് വനത്തിൽ പോയ അവിടെയാണ്, ഇല്ലേ? അവരുടെ യുദ്ധം ജയിച്ചു, യുദ്ധം ജയിക്കാൻ കാരണക്കാരൻ ഭഗവാനാണ്. അത് കഴിഞ്ഞ് യുധിഷ്ഠിരൻ രാജാവായിട്ട് അധികാരമേറി. അപ്പോൾ ദ്വാരകയിലേക്ക് തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ പറ്റില്ല. യുധിഷ്ഠിരൻ മഹാരാജാവ് പറഞ്ഞു, കുന്തി മാതാ പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. പക്ഷെ യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് പറഞ്ഞില്ല. കാരണം അവര് ഭക്തരാണ്, ജ്യേഷ്ഠ സഹോദരനാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെയും അവിടെ തങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ഇടയിൽ ഭീഷ്മ പിതാമഹന്റെ വിയോഗം, ഇതെല്ലാം കഴിഞ്ഞ് തിരികെ ദ്വാരകയിലെത്തിയപ്പോൾ അവിടെ ഈ 16,108 പത്നിമാരുണ്ട്, അച്ഛനമ്മമാരുണ്ട്. ഇവർക്കെല്ലാം വളരെയധികം സന്തോഷം അനുഭവപ്പെട്ടു. അപ്പം ഓരോരുത്തരുടെ അടുക്കലെ ഭഗവാൻ എത്തി. അതായത് ഭഗവാന്റെ വൈഭവ പ്രകാശം മൂലം എല്ലാ പത്നിമാരുടെ അടുത്ത് ഭഗവാൻ ഉണ്ടായി. അപ്പൊ രുക്മിണി മാത ഭഗവാനോട് പറയുന്നുണ്ട്. അപ്പൊ രുക്മിണി സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഭഗവാൻ ചോദിക്കും, എന്താ രുക്മിണി, ഞാൻ വന്നില്ല, ഇനി എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന്. അപ്പൊ രുക്മിണി പറയും, അങ്ങേക്ക് എല്ലാം അറിയാം എന്നൊരു ഭാവമുണ്ട്. അങ്ങേക്ക് എല്ലാം അറിയാം, പക്ഷെ അങ്ങേക്ക് ഒന്ന് മാത്രം അറിയില്ല. അതെന്താ? അത് ഒരു ഭക്തന്റെ മനസ്സ്. അങ്ങേ പിരിഞ്ഞിരിക്കുമ്പോൾ ഒരു ഭക്തൻ അനുഭവിക്കുന്ന ദുഃഖം എന്താണെന്ന് അങ്ങേക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇത് കേട്ടപ്പം ശ്രീകൃഷ്ണ അതിശയിച്ചു, എനിക്കൊന്നും അറിയില്ല എന്ന്. എന്താണ് രുക്മിണി നീ പറയുന്നത്? എനിക്കൊന്നും അറിയില്ലെന്നോ? ഈ സൃഷ്ടി മുഴുവൻ ഞാനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത്. ഇല്ല, ഞാൻ വിചാരിച്ചാൽ ആ നിമിഷം ഇതിനെ സംഹരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള എനിക്കിതൊന്നും അറിയില്ലെന്നോ? അപ്പൊ ഭഗവാൻ ചിന്തിച്ചു. അപ്പൊ രുക്മിണിയോട് തർക്കിച്ചെങ്കിലും രുക്മിണി വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു, ഇല്ല, അങ്ങേക്കറിയില്ല. ഒരു ഭക്തൻ അങ്ങേ പിരിഞ്ഞിരിക്കുമ്പോൾ ഒരു ഭക്തൻ അനുഭവിക്കുന്ന ദുഃഖം എന്താണെന്ന് അങ്ങേക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പൊ ഭഗവാൻ തീരുമാനിച്ചു, ഇതെന്താ രുക്മിണി ഇങ്ങനെ പറയുന്നത്? അപ്പൊ അതൊന്ന് നോക്കുക തന്നെ. ഒരു ഭക്തൻ, അപ്പൊ എത്രമാത്രം എന്നെ ചിന്തിക്കുന്നു, എന്നെ പറ്റി ചിന്തിക്കുന്നു. ഞാൻ എൻ്റെ വിരഹ സമയത്ത് ആ ഭക്തൻ എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നു, ഇതെനിക്ക് നേരിട്ട് മനസ്സിലാക്കണം. അതിനെന്താ ചെയ്യുക? ഇപ്പം നമ്മളൊരു പൂവ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവ്, നല്ല വാസനയുള്ള ഒരു പൂവ് കാണുന്നു. അതിൻ്റെ വാസന അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പൂവ് നമ്മൾ വാസനിച്ചു നോക്കും, ഇല്ലേ? അതുപോലെ തേൻ മധുരമാണോ, കയ്പാണോ, പുളിയാണോ, എരിവാണോ എന്ന് എങ്ങനെ നമുക്ക് കുപ്പി കണ്ടാൽ അറിയാൻ പറ്റുമോ? ഇല്ല. തേൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല. അതിനെന്ത് ചെയ്യണം? കുപ്പിയുടെ അടപ്പ് തുറന്ന് തേൻ വായിൽ ഒഴിച്ചിട്ട് രുചിച്ച് നോക്കണം, എങ്കിലേ തേനിന് മധുരമുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ ഒരു ഭക്തന്റെ മനസ്സറിയണമെങ്കിൽ ആരാവണം? ഒരു ഭക്തനാവണം. എങ്കിൽ മാത്രമേ ആ ഭക്തന്റെ മനസ്സ് ആർക്കും അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭഗവാൻ തീരുമാനിച്ചു, ശരി, ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? ഒരു ഭക്തനായിട്ട് അവതരിക്കാം. അങ്ങനെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചത്. ഇതുകൂടാതെ വേറെയും കാരണങ്ങളുണ്ട്. അത് ഒന്ന് ചുരുക്കി പറയാൻ ഞാൻ വിശദമായിട്ട് നമുക്ക് ഓരോ അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കാം. ആദ്യ ലീലയിൽ ആദ്യം തന്നെ ഉണ്ടത്, അത് നമുക്ക് അന്നേരം വിശദമായിട്ട് മനസ്സിലാക്കാം. രാധാറാണിയാണ് ഭഗവാന്റെ പരമസേവിക എന്ന് പറയുന്നത്. അപ്പൊ രാധാറാണിയോടാണ് ഭഗവാൻ ഏറ്റവും അധികം ഇഷ്ടം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഏറ്റവും അധികം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് രാധാറാണിയാണ്. രാധാറാണി അഥവാ വല്ലപ്പോഴും ഭഗവാനോട് ദേഷ്യപ്പെട്ടാൽ തന്നെ അത് യഥാർത്ഥ ദേഷ്യമല്ല, ഭഗവാനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭഗവാൻ ആനന്ദം കൊടുക്കുന്ന ആ ഒരു ദേഷ്യഭാവമാണ് രാധാറാണി കാണിക്കുക. എപ്പോഴും എപ്പോഴും ആനന്ദം കൊടുക്കുന്ന ആ ഹ്ലാദിനി ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നത്.
അപ്പൊ ഭഗവാൻ ചിന്തിക്കുകയാണ്, ഈ രാധാറാണി എന്തിനാണ് എന്നെ ഇങ്ങനെ സേവിക്കുന്നത്? എന്നെ സേവിക്കുന്നതിൽ നിന്ന് രാധാറാണിക്ക് കിട്ടുന്ന ആനന്ദം എന്താണ്? ഉം ഇപ്പൊ രാധാറാണി ഇത്രമാത്രം ആകർഷിക്കണമെങ്കിൽ എന്നിൽ എന്താണ് പ്രത്യേകത ഉള്ളത്? അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു, എനിക്കത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ രാധാറാണി ആവണം, ഇല്ലേ? അപ്പം രാധാറാണിയുടെ ഭാവം കൈക്കൊണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കാന് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ എനിക്കിത് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഒരു കാരണവുമുണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരാനായിട്ട്, ഒരു ഭക്തന്റെ ഭാവത്തിൽ. അപ്പൊ ഈ രണ്ട് കാരണങ്ങളും ഒത്തുചേർന്നിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനെ നിർബന്ധിതനാക്കിയത് ഈ കലിയുഗത്തിന്റെ ആദ്യം, അതായത് 5538 വർഷങ്ങൾക്ക് സോറി 538, ഹരേ കൃഷ്ണ, 538 വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ബംഗാളില് അവതരിക്കുന്നത്. അത് സാക്ഷാത്കാര തലത്തിലെത്തിയ ഒരു ജീവാത്മാവ് എങ്ങനെയായിരിക്കും? ആ ജീവേര സ്വരൂപേര നിത്യേര കൃഷ്ണദാസ, ആ ദാസാനുദാസ ഭാവത്തിലായി കഴിഞ്ഞാല് ഭഗവാന്റെ വിരഹം അനുഭവിക്കേണ്ടി വന്നാൽ ആത്മാവ് എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്നു. ഒരു ഭക്തൻ ഇങ്ങനെ വേണം പെരുമാറാൻ, ഭഗവാനെ എങ്ങനെ സ്നേഹിക്കണം എന്ന് നമുക്ക് ആ ചൈതന്യ മഹാപ്രഭു പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നു. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പക്ഷേ ഈ ജീവശക്തിക്ക് തന്നെ അമര സ്വഭാവത്തെ പ്രകടമാക്കാൻ എങ്ങനെയാണ് സാധ്യമാകുക? അത് ഈ ഭൗതിക ലോകത്തിലെ മനുഷ്യനാലോ മറ്റു ജീവികളാലോ പ്രകടമാക്കുക അസാധ്യമാണ്. കാരണം ഈ ശരീരങ്ങളിലുള്ളപ്പോൾ നാം ആരും മരണമില്ലാത്തവരല്ലല്ലോ. നമുക്ക് ജീവശക്തിയുടെ ചൈതന്യമുണ്ട്. നമുക്കെല്ലാം ചരിതങ്ങൾ അഥവാ പ്രവൃത്തികളുമുണ്ട്. മാത്രമല്ല നമ്മുടെ സ്വരൂപാവസ്ഥയിൽ നാം എല്ലാം അമൃത സ്വഭാവികളുമാണ്. എന്നിരിക്കലും നാം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈ ഭൗതിക അന്തരീക്ഷം ആ അമൃത സ്വഭാവത്തെ പ്രദർശിപ്പിക്കാൻ നമ്മെ അനുവദിക്കുന്നില്ല. അനശ്വരത, ജീവശക്തി എന്നിവ നമുക്കും ഈശ്വരനുമുണ്ടെന്ന് അത്രയുള്ളൂ. അടുത്തത് പെടാം. അത് വായിച്ചോളൂ. ഈശ്വരനുമുണ്ടെന്ന് കഠോപനിഷത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈശ്വരനും നാമും ശാശ്വതമാണെന്ന ഈ പ്രസ്താവം ശരിയാണെങ്കിലും നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ജീവസത്തകൾ എന്ന നിലയിൽ നാം അനേകം പ്രവൃത്തികൾ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഭൗതിക പ്രകൃതിയിലേക്ക് അധപതിക്കുവാനുള്ള പ്രവണതയുണ്ട്. ഈശ്വരന് അത്തരം പ്രവണതയില്ല. സർവശക്തനായതിനാൽ അവിടുന്ന് ഒരിക്കലും ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ വരുന്നില്ല. വാസ്തവത്തിൽ ഈ ഭൗതിക പ്രകൃതി അവിടുത്തെ സങ്കല്പാതീതമായ ശക്തികളിൽ ഒന്നു മാത്രമാണ്. ഇനി വായിക്കണോ മാതാജി? വേണ്ട, ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വായിക്കാം. ഇവിടെ ഈ ജീവശക്തിക്ക് തന്നോട് അമര സ്വഭാവത്തെ പ്രകടമാക്കാൻ എങ്ങനെയാണ് സാധ്യമാക്കുക? ഈ ഭൗതിക ലോകത്തിലെ മനുഷ്യനാലോ മറ്റ് ജീവികളാലോ പ്രകടമാക്കുക അസാധ്യമാണ്. ഈ രണ്ടുപേരി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ഇവിടെ ഈ ജീവശക്തിക്ക് തന്നോട് അമര സ്വഭാവത്തെ പ്രകടമാക്കാൻ എങ്ങനെയാണ് സാധ്യമാകുക? അത് സാധ്യമാകണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളുടെ സാധന ശക്തിപ്പെടുത്തി നമ്മളുടെ ആ അന്തിമ സമയത്ത്, അന്ത്യനിമിഷം ഭഗവത് സ്മരണയോടെ മരണപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വരൂപസിദ്ധി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, മരണസമയത്ത് നമ്മളുടെ മുന്നിൽ നമ്മളുടെ ഈ പിൽക്കാല പ്രവൃത്തികളെല്ലാം, നമ്മളുടെ ഈ ജന്മം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തോ, എന്തൊക്കെ ചിന്തിച്ചുവോ, എന്തൊക്കെ സംസാരിച്ചുവോ, അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, അതെല്ലാം നമ്മൾ സിനിമ കാണുന്ന മാതിരി പ്രൊജക്ടറിൽ ഇങ്ങനെ ഓരോ സീൻ മാറി മാറി വരുന്നത് പോലെ മരണസമയത്ത് നമ്മളുടെ കൺമുന്നിൽ ഇതെല്ലാം കടന്നു പോകും. ഫ്ലാഷ് ബാക്ക് മാതിരി ഇതെല്ലാം കടന്നു പോകും. അപ്പൊ നമ്മളുടെ മനസ്സ് നമ്മുടെ മക്കളിലോ ഭർത്താവിലോ നമ്മളുടെ ആസ്തിയിലോ ഒക്കെ ഉടക്കി നിൽക്കുകയാണെങ്കിൽ പെട്ടു എന്നുള്ള.
പിന്നെയും നമുക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വരും. അതല്ല, ഇതൊക്കെ കണ്ടിട്ടും നമ്മളുടെ മനസ്സിന്റെ സമനില തെറ്റാതെ നമ്മൾ ഭഗവത് സ്മരണ നിലനിർത്തി നമ്മൾ ഭഗവാന്റെ തിരുനാമത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ, നമുക്ക് ജപിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അബോധാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഭഗവാൻ നമ്മളെ സഹായിക്കും. നമ്മളുടെ സാധന ശക്തമാണെങ്കിൽ. ഇല്ലെങ്കിൽ ആ ഭഗവത് സ്മരണയോടെ തിരുനാമ ജപത്തോടെ മരണമടഞ്ഞാൽ നമ്മുടെ സ്വരൂപസ്ഥിതി കൈവരിക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ഹരേ കൃഷ്ണ ജപിക്കും നിങ്ങൾ പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് ടൈമില്ല, ഞങ്ങൾക്കിപ്പോ പല ചുമതലകളുണ്ട്, ഇതെല്ലാം കഴിയട്ടെ വരാമെന്ന്. ഈ ചുമതല കഴിയുന്നത് വരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഒരിക്കലുമില്ല. അപ്പം അവസരം നമ്മളെ ശരിയായ രീതിയിൽ നമ്മൾ വിനിയോഗിക്കുകയെങ്കിൽ മാത്രമേ ആ അടുത്ത ജന്മം ഭഗവാന്റെ ധാമത്തിൽ എത്തിയില്ലെങ്കിലും അടുത്ത ജന്മം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജന്മം കിട്ടാനും ശ്രീല പ്രബോധൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജന്മം സാക്ഷാത്കാരം നേടാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ജന്മം അതിനനുസരിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ നമുക്ക് സാധിക്കും. ആ ജന്മം നമുക്ക് സാക്ഷാത്കാര തലത്തിൽ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ സാക്ഷാത്കാര തലത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ശ്രീല പ്രബോധൻ അതിൽ നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. പക്ഷെ അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഈ ജന്മം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ ഓരോ ആത്മാക്കളും പരിശ്രമിക്കണം. അപ്പൊ ഇവിടെ ആ അമര സ്വഭാവം എന്ന് പറയുന്നത് നമ്മളുടെ സാക്ഷാത്കാര തരത്തിലുള്ള സ്വരൂപസിദ്ധി കൈവരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മാവ് അനുഭവിക്കുന്ന ആനന്ദമാണ് ഇവിടെ അമരത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അമരത്വം പ്രകടമാക്കണമെങ്കിൽ നമ്മൾ ജീവാത്മാക്കൾക്ക് സാധിക്കില്ല. കാരണം എന്താണ്? നമ്മളൊക്കെ ഭൗതിക ജീവികളാണ്. ഈ ഭൗതികതയിൽപ്പെട്ട് കുടുങ്ങിയിരിക്കുകയാണ്, ഇല്ലേ? ഭഗവാനെ വിട്ട് മായയെ കണ്ട് ഭ്രമിച്ചിട്ട് നമ്മൾ മായയോടൊപ്പം നമ്മൾ സ്വതന്ത്രമായിട്ട് എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു. അപ്പം ഭഗവാൻ തീരുമാനിച്ചു, എന്നാൽ ശരി, നീ പൊക്കോ, അതിന് പോയി എൻജോയ് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് വരൂ. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ പറയുക മാത്രമല്ല, അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കിവിടെ ഒരുക്കി തരികയും ചെയ്തു. നമുക്ക് ഏത് തരത്തിൽ എൻജോയ് ചെയ്യണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി അതല്ല, ഇത് വേണ്ട, ഭഗവാനിലേക്ക് തന്നെ മതി, ഭഗവാനിൽ നിന്ന് കിട്ടുന്നതാണ് ശരിയായിട്ടുള്ള ആനന്ദം എന്ന് കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും ബുദ്ധി തെളിഞ്ഞിട്ടുള്ളവർക്ക് ആ വഴിയെ വന്ന് ഭഗവാനെ പ്രാപിക്കാൻ തക്ക എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഭഗവാൻ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പം ചോയ്സ് നമുക്കാണ്. ഏത് വേണമെങ്കിൽ തിരിയാം. മായയിലേക്ക് വേണോ ഭഗവാനിലേക്ക് തിരിയണോ, നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ, അത് ചോയ്സ് നമുക്കാണ്. നമുക്കിഷ്ടമുള്ളത് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകാം. ശരിയായ വഴി പോയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ഇല്ല, വഴി തെറ്റിയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെന്നുപെടും, ഇല്ലേ? അത് അപകടമുള്ളതാണോ അപകടമില്ലാത്തതാണോ സുരക്ഷിതമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടുന്ന അവസരം നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരാത്മാവിൻ്റെ അമര സ്വഭാവം എങ്ങനെ പ്രകടമാക്കാൻ? അത് ഭൗതിക ലോകത്തിലെ മനുഷ്യർക്കോ മറ്റു മൃഗങ്ങൾക്കോ ഒന്നും സാധിക്കില്ല. ആ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാത്മാവിന് മാത്രമേ അത് സാധിക്കുള്ളൂ. അതിനാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ അവതരിച്ചത്. എല്ലാവരും പറയും ഭഗവാൻ കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യനാണ്, കുറെ പെണ്ണുങ്ങളുടെ കൂടെ കൂത്താടുന്ന ഒരു വ്യക്തി. അതിനപ്പുറം എന്തിനാണ് നിങ്ങളുടെ കൃഷ്ണന് പ്രാധാന്യം കൊടുക്കുന്നത്? വേറെ 30 കോടി എത്ര ദേവന്മാര് കിടക്കുന്നു, അവരെ ആരാധിച്ചൂടെ? ഇപ്പം നവരാത്രിയാണ്, ഭഗവതിയെ ആരാധിക്കാം. ഭഗവതിയെ ആരാധിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്പുലൻസ് ഐശ്വര്യങ്ങൾ കിട്ടും, ഇല്ലേ? അപ്പൊ അതിനെ നിങ്ങൾ പൊയ്ക്കൂടെ? എന്തിനാണ് കൃഷ്ണന്റെ പിന്നാലെ ഹരേ കൃഷ്ണ ജപിച്ച് നടക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഇതെന്തുകൊണ്ടാണ്? നമ്മൾ ശരിയാണ്, ദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാൽ യാന്തി ദേവവൃത ദേവാൻ പിതൃയാന്തി പിതൃ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നമ്മൾ ഏത് ദേവന്മാരെ ആരാധിച്ചാലും നമുക്ക് കാര്യം നടക്കും, ഇല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടും. പക്ഷെ ആരെ കിട്ടില്ല? ഭഗവാനെ കിട്ടില്ല. ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവാനെ ആശ്രയിക്കണം. ദേവീദേവന്മാരെ ആരാധിച്ചാൽ അവരുടെ ലോകത്തിൽ പോകും, പിതൃക്കളെ ആരാധിച്ചാൽ പിതൃക്കളുടെ ലോകത്തിൽ പോകും. പക്ഷെ പിന്നെയും എന്താണ്? ഇങ്ങോട്ട് വരേണ്ടി വരും, ഇല്ലെങ്കിൽ പ്രേതമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. അതിലും കഷ്ടമാണ് ആ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക, അതാണ് ഭഗവാൻ പറയുന്നത്. അത് എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ഭഗവാനെ സ്നേഹിക്കണം എന്ന്
ആ തലത്തിലെത്തിയ മുമ്പേ പറഞ്ഞ പോലെ തേനിന്റെ രുചി അറിയണമെങ്കിൽ തേൻ കുടിക്കണം, ഇല്ലേ? അതേപോലെ ആ സാക്ഷാത്കാര തലത്തിലുള്ള അല്ലെങ്കിൽ അതീന്ദ്രിയ തലത്തിലുള്ള ആത്മാക്കൾക്ക് മാത്രമേ അത് നമ്മൾക്ക് കാണിച്ചു തരാനും നമ്മളെ ബോധ്യപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അതിന് മനസ്സിലാക്കിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, കാരണം കലിയുഗം അത്ര കഷ്ടം പിടിച്ചതാണ്. നമുക്കറിയാം, നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനോ കേൾക്കാനോ സാധിക്കാത്തതാണ്. അപ്പൊ ഇതിൽ നിന്ന് താല്പര്യമുള്ളവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി അത് പ്രാക്ടിക്കലാക്കി കാണിച്ചു തരികയായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു ചെയ്തത്. നമുക്കറിയാം, ഭഗവാന്റെ അനുയായികളും ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ അവരാരും ഭൗതിക തലത്തിലല്ല, അവര് അതീന്ദ്രിയ തലത്തിലാണ്. അവരുടെയൊക്കെ ശരീരം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണ്. നമ്മളെ പോലെ കുറെ എല്ലും മജ്ജയും മാംസവും രക്തവും ഒന്നും കലർന്നതല്ല. അവരൊക്കെ ആ സച്ചിദാനന്ദ സ്വരൂപത്തിലെ ഉള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവരനുഭവിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത്. ഇതിന് ആന്തര കാരണം ബാഹ്യ കാരണമുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പം നമ്മൾ ഈ ശരീരത്തിലുള്ളപ്പോൾ, കാരണം ജീവാത്മാവിന് മരണമില്ല. നമ്മൾ പഠിച്ചതാണ് ആത്മാവിന്റെ പ്രത്യേകത. ആത്മാവിനെ മുക്കിക്കൊല്ലാനോ ചുട്ടുകൊല്ലാനോ ആയുധം കൊണ്ട്, എത്ര മൂർച്ചയുള്ള ആയുധം കൊണ്ടും ആത്മാവിനെ വെട്ടിമുറിക്കാന് സാധിക്കില്ല, ഇല്ലേ? മരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ആത്മാവ് കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ട് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരം അന്വേഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? അപ്പം നമ്മുടെ ആത്മാവ് ചൈതന്യവത്താണ്, അവബോധമുണ്ട്, ഇല്ലേ? നമുക്കെല്ലാം ചരിതങ്ങളുണ്ട്, നമ്മളൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാരനാണ്, അമേരിക്കക്കാരനാണെങ്കിൽ പാകിസ്ഥാനിയാണ്, കറുത്തതാണ്, വെളുത്തതാണ്, ഓഫീസറാണ്, ടീച്ചറാണ്, മാനേജറാണ്, ഇങ്ങനെയൊക്കെയുള്ള ലേബല് നമുക്കുണ്ട്. പക്ഷേ ഇതൊന്നും സ്ഥിരമല്ല. ഇതൊക്കെ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, ഇല്ലേ? നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഐഡന്റിറ്റി എന്താണ്? നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. അതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഐഡന്റിറ്റി. എങ്ങനെ നമുക്ക് ദാസനാവാം എന്ന് മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്നു. മഹാപ്രഭു ഭഗവാനെന്ന് മുമ്പേ പറഞ്ഞ പോലെ ഭഗവാനാണെന്ന് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഏറ്റവും താഴെയുള്ള ഒരു ദാസൻ എന്നാണ് മഹാപ്രഭു സ്വയം പരിഗണിച്ചിരുന്നത്. ആ രീതിയിലാണ് മഹാപ്രഭു പെരുമാറിയിരുന്നത്. അപ്പം ഈ ഭൗതിക ലോകത്തിലുള്ള ബദ്ധാത്മാക്കൾക്ക് അമൃത സ്വഭാവം, ആ ആനന്ദം അനുഭവിക്കാനോ അതിനെ പ്രകടമാക്കാനോ നമുക്ക് കഴിയില്ല. നമ്മൾ ആ തലത്തിൽ എത്തിയെങ്കിൽ മാത്രമേ നമ്മളുടെ ആത്മാവിന് അത് പ്രകടമാക്കാന് സാധിക്കുള്ളൂ. അപ്പം നമ്മള് ശാശ്വതരാണ്, ഇല്ലേ? ഭഗവാന് ശാശ്വതനാണ്, നമ്മളുടെ ജീവാത്മാക്കളും ശാശ്വതരാണ്. പക്ഷേ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഭഗവാനും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? പറയാമോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭഗവാൻ ശാശ്വതനാണ്, പൂർണ്ണനാണ്. പൂർണ്ണനാണ്. നമ്മളിത് രണ്ടും അല്ല. രണ്ടും അല്ല, നമ്മൾ ഇതിൻ്റെ ഇടയിൽ കിടക്കുകയാണ്, ഇല്ലേ? നമ്മളൊക്കെ തടസ്ഥ ശക്തി എന്ന് പറയും, മാർജിനൽ പൊട്ടൻസി. അതായത് അന്തരംഗ ശക്തി, തടസ്ഥ ശക്തി, ബഹിരംഗ ശക്തി, രണ്ടിന്റെ ഇടയിലാണ്, ഇല്ലേ? നമ്മൾ വെള്ളത്തിലും അല്ല കരയിലും അല്ല. അതാണ് തടസ്ഥ പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതികതയിൽപ്പെട്ട മായയിൽപ്പെട്ട, അതാണ് കറക്റ്റ്, നമ്മൾ മായയിൽപ്പെട്ട ത്രിഗുണങ്ങൾക്ക് വിധേയമായിട്ട് നമ്മൾ ഇങ്ങനെ ഭൗതിക ലോകത്തിൽ കുടുങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനാണെങ്കിലും മായാതീതനാണ്. ഭഗവാനെ ഒരിക്കലും മായയ്ക്ക് നിയന്ത്രിക്കാന് സാധിക്കില്ല. അപ്പം നമ്മൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഭൂതം, ഭാവി, വർത്തമാനം, ഇതെല്ലാം ഭഗവാൻ അറിയാൻ സാധിക്കും. നമുക്കറിയാൻ സാധിക്കുമോ? ഇന്ന് എന്ത് നടക്കുമെന്ന് നമുക്കറിയില്ല, ഇല്ലേ? നമ്മൾ ഇവിടെ നിന്ന് ഞാൻ എണീറ്റ് പോകുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഏത് നിമിഷവും, അടുത്ത നിമിഷവും, നാളെയും എന്ത് സംഭവിക്കുമെന്ന് ഭഗവാൻ അത് മുൻകൂട്ടി മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാനും ഭഗവാന് കഴിവുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാനെ ഭഗവാൻ എന്ന് പറയുന്നത്, ഇല്ലേ? വേറെ ആരെയും നമ്മൾ ഭഗവാൻ എന്നൊരു പ്രയോഗം പ്രയോഗിക്കുന്നില്ല. ശ്രീകൃഷ്ണനെ മാത്രമേ ഉള്ളൂ ഭഗവാൻ എന്ന് പറയുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭഗവാനാണ് ഉന്നതൻ, പരമസത്യം ഭഗവാനാണ്. അപ്പം നമ്മള്
ഭൗതികതയിലേക്ക്, മായയിലേക്ക് അധപ്പതിക്കാൻ നമുക്ക് പ്രവണതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നത്. ഭഗവാനെ വിട്ടു വന്നവരാണ് നമ്മൾ, ഇല്ലേ? അതിപ്പം നമ്മൾക്ക് പഠിച്ചു, നമ്മൾ പാഠം പഠിച്ചു. അതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും കൃഷ്ണാവബോധത്തിൽ വന്നിട്ട് ഭഗവാനിലേക്ക് തിരികെ എത്തണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ ഇതിലിരിക്കുന്നതും അതുകൊണ്ടാണ്, ഇല്ലേ? ഇല്ലെങ്കിലോ നമ്മൾ മൂടി പൊതിച്ച് കിടന്നുറങ്ങും. ഇതേക്കുറിച്ചൊന്നും അറിയാൻ നമ്മൾ താല്പര്യം കാണിക്കില്ല. എത്രയൊക്കെ നമ്മളോട് പറഞ്ഞാലും നമ്മൾ അതിന് ചെവി കൊടുക്കത്തുമില്ല. ഭഗവാൻ സർവശക്തനാണ്, നിയന്താവാണ്, പരിപാലകനാണ്. അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും മായയ്ക്ക് കീഴ്പ്പെടുന്നില്ല. നമ്മൾ പഠിച്ചു, ദേവി ഹേഷ ഗുണമയി മമ മായ ദുരത്യേയ മാമേവ മേ പ്രപദ്യന്റെ മായാമേതാം തരന്തിതേ. ഭഗവാൻ പറയുന്നുണ്ട്, എൻ്റെ തന്നെ ശക്തിയാണ് മായ, പക്ഷെ ഞാൻ ഒരിക്കലും മായയ്ക്ക് കീഴ്പ്പെടില്ല, എന്നെ മായയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന്. മായ 2 തരത്തിലുണ്ട്, മഹാമായയുണ്ട്, യോഗമായയുണ്ട്. മഹാമായയാണ് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ദുർഗ, ചണ്ഡി, ചാമുണ്ഡി എന്നൊക്കെ പറയുന്നത് മഹാമായയാണ്. ആ മഹാമായയാണ് നമ്മളെ ഇവിടെ പെടുത്തിയിടുന്നത്. പക്ഷേ മായ നമ്മളെ ദ്രോഹിക്കുകയല്ല ചെയ്യുന്നത്. മായ നമുക്ക് നന്മയാണ് തരുന്നത്. എന്താണ്, നമ്മളത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ മായയുടെ പലതും ആവശ്യപ്പെടുന്നത്, ഇല്ലേ? അത് വേണം, ഇത് വേണം, നമ്മുടെ മക്കൾക്ക് ഉന്നത തലത്തിലെത്തണം, എനിക്ക് സമ്പത്ത് വേണം, സൗഭാഗ്യങ്ങൾ വേണം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, മായ അനുസരിച്ചിട്ട് തരികയും ചെയ്യും. പക്ഷേ മായ ചിരിക്കുകയാണുള്ളിൽ, ഇല്ലേ? കഷ്ടം, ഇത്രയും നിനക്ക് സുവർണ അവസരം കിട്ടിയിട്ട് നീ എൻ്റെ പിന്നാലെ വരുന്നു, എന്തുകൊണ്ട് നിനക്ക് ഭഗവാന്റെ അടുത്ത് പൊയ്ക്കൂടാ, ഭഗവാനെ സമീപിച്ചുകൂടാ എന്ന് ഇതെല്ലാം തന്നിട്ടും മായ നമ്മളെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. മായ ഇതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് നീ ഭഗവാന്റെ നേരെ പോകൂ, ഭഗവാനെ ആരാധിക്കൂ, എന്നെ വിട്ടിട്ട് നീ ഭഗവാന്റെ അടുത്ത് പോകൂ എന്ന് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. നമ്മളിത് മനസ്സിലാക്കുന്നില്ല. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മായ എന്ത് ചെയ്യും? ഭഗവാനെ സമീപിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഒരുക്കി തരും ഈ മായ, ഇല്ലേ? ഈ മായ തന്നെയാണ് നമുക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഭഗവാനെ നമ്മളിൽ നിന്ന് മൂടി വെച്ചിരിക്കുന്നത്. അതേപോലെ യോഗമായുണ്ട്. യോഗമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്ന് നമ്മളെ മറച്ചു പിടിക്കുകയാണ്, ഇല്ലേ? കാരണം എന്താണ്, നമ്മൾക്ക് ഭഗവാനെ കാണാനുള്ള യോഗ്യതയില്ല, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള യോഗ്യതയില്ല. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കഴിയുന്നു. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഭൗതികമാണ്, പിന്നെ മലിനമാണ്, ഇല്ലേ? നമ്മളുടെ അവബോധം നശിച്ചതാണ്, ഭൗതികമായിട്ടുള്ള അവബോധമാണ്. ഇത് വെച്ചും കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാനോ ഭഗവാനെ കാണാനോ ഒന്നും നമ്മൾക്ക് സാധിക്കില്ല. നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല. അതുകൊണ്ട് യോഗമായ ഭഗവാനെ നമ്മളിൽ നിന്നും മറച്ചു വെക്കുകയാണ്. നമുക്കറിയാം, ശ്രീമദ് ഭാഗവതത്തിൽ, അതായത് വൃന്ദാവനത്തിൽ യശോദാമ്മ ബലരാമന് കൂട്ടുകാരും വന്ന് പറയും, കൃഷ്ണൻ മണ്ണു തിന്നു എന്ന് പറയും, ഇല്ലേ? അപ്പൊ യശോദാമ്മ, ബലരാമൻ പറയുമ്പോൾ യശോദാമ്മയ്ക്ക് വിശ്വാസമാണ്. അപ്പൊ കൃഷ്ണനോട് വായ തുറന്ന് കാണിക്കാൻ പറയും. അപ്പൊ കൃഷ്ണൻ പറയും, ഇല്ലമ്മേ, ജ്യേഷ്ഠൻ കള്ളം പറയുകയാണ്, ജ്യേഷ്ഠനും കൂട്ടുകാരും കൂടെ എന്നെ കളിയാക്കി, എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നതാണ്, ഞാൻ മണ്ണ് തിന്നില്ല, എൻ്റെ വായിൽ ഓൾറെഡി മണ്ണുണ്ട്, അല്ലാണ്ട് ഞാൻ മണ്ണ് തിന്നിട്ടില്ല അമ്മ എന്ന് പറയും. യശോദാമ്മ പറയും, നീ വേലത്തരൊന്നും എടുക്കേണ്ട, മര്യാദയ്ക്ക് വായ തുറക്കൂ എന്ന് പറയും. അപ്പം കൃഷ്ണൻ വായ തുറന്ന് കാണിക്കും. യശോദാമ്മ എന്താ കാണുന്നത്? വായ തുറന്ന് നിൽക്കുന്ന ആ കൃഷ്ണനെ കാണും, യശോദാമ്മയെ കാണും, ഗോകുലം കാണും. ഈ സൃഷ്ടി തന്നെ കണ്ണൻ്റെ വായിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ യശോദാമ്മ ഒരു നിമിഷം പരിഭ്രമിക്കും. ഇതെന്റെ മകൻ തന്നെയാണോ, അതോ ഇവൻ സാക്ഷാൽ എല്ലാവരും പറയുന്ന പോലെ നാരായണനാണോ എന്ന് ഒരു നിമിഷം യശോദാമ്മ ചിന്തിക്കുമ്പോഴേക്കും യോഗമായി അവിടെ പ്രവർത്തിക്കും. യോഗമായി യശോദാമ്മയുടെ അവബോധത്തെ മൂടിവെക്കും. കാരണം എന്താ? ഭഗവാനാണ് തൻ്റെ മകൻ എന്ന് മനസ്സിലായാൽ പിന്നെ അവിടെ അമ്മയും മകനും എന്ന് പറയുന്ന ഒരു സ്നേഹം അവിടെ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. ആ വാത്സല്യ രസം അനുഭവിക്കാനേ ഭഗവാന് സാധിക്കില്ല. ഭഗവാൻ വന്നത് എന്തിനാണ്? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പരിത്രാണായ സാധുവിന വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഉദ്ദേശം ഇതൊന്നും ആയിരുന്നില്ല. ഭഗവാന് ഗോലോകത്തിലിരുന്നാൽ മതി ദുഷ്ടരെ സംഹരിക്കാൻ. ഭഗവാൻ അത് സാധിക്കും. ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഭഗവാൻ വന്നത് എന്തിനാണ്? തൻ്റെ ഭക്തരുമൊത്ത് ആസ്വദിക്കണം, ആനന്ദം അനുഭവിക്കണം, ആ രസങ്ങൾ അനുഭവിക്കണം. രസാസ്വാദകനാണ് ഭഗവാൻ. ആ രസം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്
ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വന്നത്. അല്ലാണ്ട് നമ്മളുടെ ഈ തുച്ഛമായിട്ടുള്ള പ്രസാദം ഭക്ഷിക്കാനോ ഒന്നുമല്ല, തൻ്റെ ഭക്തരുമൊത്ത് ആനന്ദം അനുഭവിക്കാനായിട്ടാണ്. അപ്പൊ അതും നടക്കില്ല, ഇത് തൻ്റെ മകൻ ഭഗവാനാണ് എന്നറിഞ്ഞാൽ. അപ്പൊ അവിടെ യോഗമായ കളിക്കുക ചെയ്തത്. അതുപോലെ ഗോപികമാരുടെ അടുത്തും അവരാരും കൃഷ്ണൻ ഭഗവാനാണ് എന്ന് അവർക്ക് കരുതിയിട്ടില്ല ഒരിക്കൽ പോലും. തങ്ങളിൽ ഒരാളായിട്ടാണ് അവർ കണക്കാക്കിയതും, തങ്ങളുടെ എല്ലാമായിട്ടാണ്. അവർ ഏത് രീതിയിലാണോ ഓരോരുത്തരും കണ്ടത് ആ രീതിയിൽ അവരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായിരുന്നു. കൃഷ്ണൻ മധുരയ്ക്ക് പോയപ്പോൾ അവർക്കാർക്കും അവർ വിരഹ ദുഃഖം അനുഭവിച്ചിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ അവർക്ക് കൃഷ്ണൻ പ്രകടമായിരുന്നു, ഇല്ലേ? ഉദ്ധവരോട് പറയുന്നുണ്ട്, എങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് കൃഷ്ണനെ മറിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ നോക്കുകയാണ്. അപ്പോഴാണ് അങ്ങ് ഞങ്ങളെ ജ്ഞാനം ഉപദേശിക്കുന്നത്. ഈ ജ്ഞാനമൊന്നും ഞങ്ങൾക്ക് വേണ്ട, എങ്ങനെ കൃഷ്ണൻ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പറിച്ചു കളയാം, അതിനുള്ള വഴി പറഞ്ഞു തരൂ എന്നാണ് ഗോപികമാര്, രാധാറാണി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. ഇത് കേട്ട് ഉദ്ധവര് നാണം കെട്ട് തല കുനിച്ചു. ഇത്രയും നാള് താൻ വലിയ ജ്ഞാനിയാണ് എന്ന അഹങ്കാരം ഉണ്ടായിരുന്നു ഉദ്ധവർക്ക്. ഇപ്പൊ മനസ്സിലായി, ഗോപികമാരുടെ മുന്നില് ഞാനൊന്നും അല്ല എന്ന് മനസ്സിലായി ഉദ്ധവർക്ക്. അപ്പം ശുദ്ധഭക്തർക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, നമ്മളെ പോലുള്ളവർക്ക് അത് സാധിക്കില്ല. ഹരേ കൃഷ്ണ. സമയം കഴിഞ്ഞു. ഇത് ഇത്രയും നിങ്ങൾക്ക് ഈ 2 പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയൂ. ഈ 2 പാരഗ്രാഫിലെ ബാക്കി നിങ്ങൾ നോക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ